നമസ്കാരം. കേരള വിഷൻ ടൈം ന്യൂസ് വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സുഹൃത്തിനെ കൊലപ്പെടുത്തിയ കേസ് ദിവസങ്ങൾക്ക് ശേഷം പ്രതികളെ പോലീസ് പിടികൂടി. കാവാല സ്വദേശിയായ യുവാവ് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മരണപ്പെട്ട സംഭവത്തിലാണ് പ്രതികൾ അറസ്റ്റിലായത്. ദേശീയപാത പൊന്നാമ്പള്ളിയിൽ വാഹനാപകടം, ബൈക്ക് യാത്രക്കാരൻ മരിച്ചു. തുറവൂർ പഞ്ചായത്ത് 10-ാം വാർഡ് പുത്തൂർ വീട്ടിൽ രഘുനാഥപിള്ള 57 മരിച്ചത്. രാസലഹരി മാഫിയ പ്രധാനമായും ലക്ഷ്യമിടുന്നത് വിദ്യാർത്ഥികളെയാണെന്ന് മുൻ KPCC പ്രസിഡന്റ് VM സുധീരൻ പറഞ്ഞു. രാജീവ് ഗാന്ധി ഫൗണ്ടേഷൻ സംഘടിപ്പിച്ച മെരിറ്റ് അവാർഡ് കാവുങ്കൽ ഗ്രന്ഥശാല ഹാളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു VM സുധീരൻ. അമ്മയോടൊപ്പം സ്കൂളിലേക്ക് പോയ സ്കൂൾ വിദ്യാർത്ഥിയെ ദേശീയപാതയിലെ വെള്ളക്കെട്ടിൽ വീണ് പരിക്കേറ്റു. അരൂർ ചന്ദ്രൂരിലാണ് സംഭവം. സുഹൃത്തിനെ കൊലപ്പെടുത്തിയ കേസ് ദിവസങ്ങൾക്ക് ശേഷം പ്രതികൾ അറസ്റ്റിലായി. കാവാല സ്വദേശി കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മരിച്ച സംഭവവുമായി ബന്ധപ്പെട്ടാണ് സുഹൃത്തുക്കളായ പ്രതികളെ പുളിങ്കുന്ന് പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ജൂൺ 2 കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരണപ്പെട്ട കാവാലം പഞ്ചായത്ത് 13-ാം വാർഡ് സലിലാനന്ദൻ്റെ മകൻ സുരേഷ് കുമാർ 30 കൊല്ലപ്പെട്ട സംഭവവുമായി ബന്ധപ്പെട്ട് സുഹൃത്തുക്കളെ പോലീസ് പിടികൂടിയത്. പുളിങ്കുന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളെ പിടികൂടിയത്. കാവാലം പഞ്ചായത്ത് 13-ാം വാർഡിൽ യദുകുമാർ 23, 13-ാം വാർഡിൽ കൈനിലയം വീട്ടിൽ ഹരികൃഷ്ണൻ 22 എന്നിവരെയാണ് പോലീസ് അറസ്റ്റിലായത്. കുട്ടിക്കാലം മുതൽ സുരേഷ് കുമാർ പ്രതികളെ അപമാനിച്ചു വന്നിരുന്നതായും നിരന്തരം കളിയാക്കുന്നതിനുള്ള പകയാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്ന് പോലീസ് പറയുന്നു. കഴിഞ്ഞ ഏപ്രിൽ 20 രാത്രി 10:38 പ്രതികൾ സുരേഷ് കുമാറിനെ വീട്ടിൽ നിന്നും വിളിച്ചിറക്കി മൂർത്തിനട യുവഭാവന വായനശാലയ്ക്ക് സമീപം എത്തിച്ച് സുരേഷ് കുമാറിനെ കൈകൊണ്ട് അടിച്ചും കാലുകൊണ്ട് ചവിട്ടിയും തലയ്ക്ക് പൊട്ടലുണ്ടാക്കി. പിന്നീട് സുരേഷ് കുമാറിനെ പായൽ നിറഞ്ഞ ചാലിലിട്ട് നെഞ്ചിലും തലയിലും ചവിട്ടുകയായിരുന്നു. സംഭവത്തിൻ്റെ ദൃശ്യങ്ങൾ പ്രതികൾ ഫോണിൽ പകർത്തുകയും ചെയ്തു. ഇതിനെ തുടർന്നാണ് സുരേഷ് കുമാറിനെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. സുരേഷ് കുമാർ കഴിഞ്ഞ ജൂൺ 2 മരണപ്പെടുകയായിരുന്നു. തുടർന്നാണ് പോലീസ് പ്രതികളെ പിടികൂടിയത്. പുളിങ്കുന്ന് പോലീസ് ഹൗസ് ഓഫീസർ ആനന്ദബാബുവിൻ്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് കേസ് അന്വേഷിച്ചത്. ദേശീയപാത പൊന്നാമ്പള്ളിയിൽ വാഹനാപകടം, ഇരുചക്ര വാഹന യാത്രക്കാരനായ ഗൃഹനാഥൻ മരിച്ചു. തുറവൂർ പഞ്ചായത്ത് 10-ാം വാർഡ് പുത്തൂർ വീട്ടിൽ രഘുനാഥപിള്ള 57 മരിച്ചത്. തുറവൂർ പഞ്ചായത്ത് 10-ാം വാർഡ് പുത്തൂർ വീട്ടിൽ രഘുനാഥപിള്ള 57 മരിച്ചത്. ചൊവ്വാഴ്ച വൈകിട്ട് പൊന്നാമ്പള്ളിയിലായിരുന്നു വാഹനാപകടം നടന്നത്. നിർത്തിയിട്ടിരുന്ന സ്വകാര്യ ബസ്സിന് പിന്നിൽ വാഹനം ഇടിക്കുകയായിരുന്നു. ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഭാര്യ ദീപ കോടന്തുരുത്ത് PHSയിലെ നേഴ്സാണ്. മക്കൾ കൃഷ്ണനയന, ദേവനന്ദ. രാസ ലഹരി മാഫിയ പ്രധാനമായും ലക്ഷ്യമിടുന്നത് വിദ്യാർത്ഥികളെയാണെന്ന് മുൻ KPCC പ്രസിഡന്റ് VM സുധീരൻ പറഞ്ഞു. രാജീവ് ഗാന്ധി ഫൗണ്ടേഷൻ സംഘടിപ്പിച്ച മെരിറ്റ് അവാർഡ് 2025 കാവുങ്കൽ ഗ്രന്ഥശാല ഹാളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു VM സുധീരൻ. ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങൾ, ആ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന മൗലിക അവകാശങ്ങൾ, ആ ഭരണഘടനയുടെ കീഴിൽ നടത്തിവരുന്ന ജനാധിപത്യ ഭരണ സമ്പ്രദായം, ജനാധിപത്യ മതേതര ആശയങ്ങളിൽ അടിയുറച്ചു നിന്നുകൊണ്ടുള്ള ഭരണ സമ്പ്രദായം, അതിനൊക്കെ വളരെയേറെ ക്ഷതമേൽക്കുന്ന ഒരു സാഹചര്യം വളർന്നു വരുന്നു. ഒന്നിച്ചു നിൽക്കേണ്ട മനുഷ്യരെ ഭിന്നിപ്പിക്കാനുള്ള ശ്രമം, വെറുപ്പിൻ്റെ രാഷ്ട്രീയം, വിദ്വേഷത്തിൻ്റെ രാഷ്ട്രീയം, വർഗീയതയുടെ രാഷ്ട്രീയം, അത് വളർത്തിയെടുത്തുകൊണ്ട് ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ നടത്തുന്ന ശ്രമം, ആ ശ്രമങ്ങളിൽ നിങ്ങൾ ഒരിക്കലും വീഴരുത്. ആ വർഗീയതയുടെ കിടയിൽ ഒരിക്കലും വീഴരുത്. അതുപോലെ ധാർമ്മികമായി, ആരോഗ്യപരമായി നമ്മെ തകർക്കുന്ന, മനുഷ്യ സമൂഹത്തെ തകർക്കുന്ന ലഹരിയുടെ സ്വാധീനം ഇന്നറിയാം. പരിഷ്കൃതമായ ആരോഗ്യരംഗത്ത് വളരെയേറെ മുന്നോട്ട് പോയി എന്ന് നാം അഭിമാനിക്കുന്ന കേരളം തന്നെ നേരിടുന്നൊരു വലിയ മഹാവിപത്ത് ലഹരിയുടെ വിപത്താണ്. രാസലഹരി മാഫിയ പ്രധാനമായും ലക്ഷ്യമിടുന്നത് വിദ്യാർത്ഥികളെയാണെന്ന് മുൻ KPCC പ്രസിഡന്റ് VM സുധീരൻ പറഞ്ഞു. രക്ഷകർത്താക്കളും അധ്യാപകരും പൊതുസമൂഹവും ഇക്കാര്യത്തിൽ ജാഗരൂകരാകണമെന്നും അദ്ദേഹം പറഞ്ഞു. രാജീവ് ഗാന്ധി ഫൗണ്ടേഷൻ മെരിറ്റ് അവാർഡ് 2025 കാവുങ്കൽ ഗ്രന്ഥശാല ഹാളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു VM സുധീരൻ. അറിവ് നേടുക എന്നത് മാത്രമല്ല, വിദ്യാഭ്യാസം ജനാധിപത്യത്തിലും മതേതരത്വത്തിലും അടിയുറച്ചു നിന്ന് സാമൂഹ്യ പ്രതിബദ്ധതയോടെ മുന്നേറുക എന്നതുകൂടിയാണ് വിദ്യാഭ്യാസം ലക്ഷ്യമിടുന്നത്. വ്യാജ ചരിത്ര നിർമ്മിതിയുടെ ഒരു കാലഘട്ടം കൂടിയാണ് ഇതെന്നും
VM സുധീരൻ പറഞ്ഞു. ചടങ്ങിൽ മണ്ണഞ്ചേരി പഞ്ചായത്തിൽ നിന്നും SSLC +2 പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങളും A+ നേടിയവരെയും മറ്റ് മേഖലകളിൽ വിജയം നേടിയവരെയും ആദരിച്ചു. രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ മുത്തശ്ശിയായ PK മോദിനിയെയും വിദ്യാഭ്യാസ രംഗത്ത് മികച്ച സേവനങ്ങൾ നൽകിയ പ്രൊഫസർ VP മുഹമ്മദ് കുഞ്ഞിക്കുഞ്ഞ് മേത്തരെയും K അറുമുഖനെയും മണ്ണഞ്ചേരി സ്കൂളിലെ SSLC പരീക്ഷയിൽ വിജയം നേടുവാൻ നേതൃത്വം നൽകിയ പ്രധാന അധ്യാപിക K ഹഫ്സ ടീച്ചറെയും ചടങ്ങിൽ ആദരിച്ചു. രാജീവ് ഗാന്ധി ഫൗണ്ടേഷൻ പ്രസിഡന്റ് KV മേഘനാഥൻ അധ്യക്ഷത വഹിച്ചു. ദേശീയ ശാസ്ത്രവേദി സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ അച്യുതൻ ശങ്കരൻ മുഖ്യപ്രഭാഷണം നടത്തി. MJ ജോബ്, V ബൈജു, S ചന്ദ്രബോസ്, B അൻസിൽ, MV സുനിൽകുമാർ, NS സന്തോഷ്, PJ മോഹനൻ, ജയതിലകൻ, സിനിമോൾ, NA അബൂബക്കർ ആശാൻ, ഗീത അജയ്, ദീപ സുരേഷ്, റംല ബിബി, റസീന ഹിജാസ്, AM അജിത് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. അമ്മയോടൊപ്പം സ്കൂളിലേക്ക് പോയ സ്കൂൾ വിദ്യാർത്ഥി ദേശീയപാതയിലെ വെള്ളക്കെട്ടിൽ വീണ് പരിക്കേറ്റു. അരൂർ ചന്ദരൂർ ദേശീയപാതയോരത്താണ് സ്കൂൾ വിദ്യാർത്ഥി വെള്ളക്കെട്ടിൽ വീണത്. സ്കൂൾ വിദ്യാർത്ഥി ദേശീയപാതയിലെ വെള്ളക്കെട്ടിൽ വീണു. അരൂർ ചന്ദരൂരിലാണ് സംഭവം. അമ്മയോടൊപ്പം സ്കൂളിലേക്ക് പോകുമ്പോഴാണ് അപകടം നടന്നത്. വെള്ളക്കെട്ടിൽ പാതിയോളം മുങ്ങിയ കുട്ടിയെ സമീപത്തെ ഓട്ടോ ഡ്രൈവർമാർ ചേർന്നാണ് കുഴിയിൽ നിന്നും കയറ്റിയത്. മഴ കനത്തതോടെ ദേശീയപാതയിലെ കുഴികളിൽ വെള്ളം നിറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വളരെയധികം ബുദ്ധിമുട്ടാണ് ഇരുചക്രവാഹന യാത്രികരും കാൽനടക്കാരും നേരിടുന്നത്. ടൈം ന്യൂസ്, ചേർത്തല. ശമ്പള വർധനവ് ആവശ്യപ്പെട്ട സ്വകാര്യ ബസ് തൊഴിലാളികളുടെ സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ ജൂൺ 16 സൂചന പണിമുടക്ക് നടത്തും. 26 മുതൽ അനിശ്ചിതകാല പണിമുടക്കം നടത്തുമെന്ന് തൊഴിലാളി സംഘടനകൾ പറഞ്ഞു. ശമ്പള വർധന ആവശ്യപ്പെട്ട് ആലപ്പുഴ ജില്ലയിലെ സ്വകാര്യ ബസ് തൊഴിലാളികളുടെ സംയുക്ത സമരസമിതി ജൂൺ 16 സൂചന പണിമുടക്ക് നടത്തും. 26 മുതൽ അനിശ്ചിതകാല പണിമുടക്ക് നടത്താനും തീരുമാനം. CITU, AITUC, BMS, STTU തുടങ്ങിയ സംഘടനകളുടെ നേതൃത്വത്തിലാണ് പണിമുടക്ക് ആഹ്വാനം ചെയ്തിട്ടുള്ളത്. ശമ്പള വർധന ആവശ്യപ്പെട്ട തൊഴിലാളികൾ കഴിഞ്ഞ നവംബറിൽ ഉടമകൾക്ക് ഡിമാൻഡ് നോട്ടീസ് നൽകിയിട്ടും ഇതേവരെ പ്രശ്നം പരിഹരിക്കാതെ നിഷേധ നിലപാടിലാണെന്ന് യൂണിയൻ നേതാക്കൾ ആരോപിച്ചു. കഴിഞ്ഞ 2022 8 മാസം 19 തീയതി ഒരു ശമ്പള വർധന നടപ്പിലാക്കിയതിന് ശേഷം അത് 1 വർഷത്തേക്കാണ് നമ്മൾ ശമ്പള വർധന നടപ്പിലാക്കിയത്. സംയുക്തമായിട്ട് തീരുമാനിച്ചിട്ട് ഇടക്കാല ആശ്വാസം എന്ന രീതിയിൽ ശമ്പള വർധന നടപ്പിലാക്കിയത്. ആ ഒരു വർധനവിന് ശേഷം എല്ലാ വർഷവും ശമ്പളം വർദ്ധിപ്പിക്കാമെന്നുള്ള കാഴ്ചപ്പാടിൽ അല്ലെങ്കിൽ ഒരു എഗ്രിമെൻറ്റിൻ്റെ പുറത്താണ് നമ്മൾ കാലങ്ങളായി പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഈ കഴിഞ്ഞ 2023 സെപ്റ്റംബർ ആയപ്പോഴത്തേക്കും ആ എഗ്രിമെൻറ്റ് അവസാനിക്കുകയും തുടർന്ന് 2 വർഷത്തോളം ആ സ്ഥിതിയിൽ തന്നെ തുടർന്ന് പോയിക്കൊണ്ടിരുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ 2024 കൊടുത്ത ഒരു പരാതിയിന്മേൽ ഈ കഴിഞ്ഞ 8 മാസത്തോളം വൈകിപ്പിക്കുകയും മുതലാളിമാർ കാണിക്കുന്ന ധാർഷ്ട്യപരമായിട്ടുള്ള നിലപാട്, തൊഴിലാളിക്ക് യാതൊരു തരത്തിലുള്ള ആനുകൂല്യങ്ങളോ അല്ലെങ്കിൽ ശമ്പളമോ വർദ്ധിപ്പിച്ചു കൊടുക്കാത്ത രീതിയിലുള്ള നിലപാടാണ് അവരുടെ ഭാഗത്ത് നിന്ന് സ്വീകരിക്കുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള 8ാമത്തെ ചർച്ചയാണിപ്പോൾ പരാജയപ്പെട്ടു പോയിരിക്കുന്നത്. അപ്പോൾ അതിനോടനുബന്ധിച്ച് നമ്മുടെ സംയുക്തമായിട്ടുള്ള ട്രേഡ് യൂണിയൻ എല്ലാവരും കൂടി തീരുമാനിച്ചുകൊണ്ട് തന്നെ ഈ വരുന്ന 16-ാം തീയതി 16/6/2025 സൂചനാ പണിമുടക്കും 26/6/2025 സമ്പൂർണ്ണമായിട്ടുള്ള അനിശ്ചിതകാലത്തേക്കുള്ളൊരു പണിമുടക്കിന് നമ്മൾ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ശമ്പള വർധനവിന് ഡ്രൈവർക്ക് 160 രൂപയും കണ്ടക്ടർക്ക് 140 രൂപയും ക്ലീനർക്ക് 120 രൂപയാണ് വർദ്ധിപ്പിച്ചത്. അതിനുശേഷം 2 കൊല്ലവും 8 മാസവും പൂർത്തി ആയിരിക്കുന്നു. 1 കൊല്ലം തികഞ്ഞപ്പോൾ എഗ്രിമെൻറ്റ് പുതുക്കാം എന്ന് ഉടമകൾ സമ്മതിച്ചിരുന്നത്. ആ സമ്മതിക്കാത്തതിൻ്റെ ആ സാഹചര്യത്തിലാണ് CITU യൂണിയൻ നോട്ടീസ് കൊടുത്ത് വീണ്ടും ചർച്ച നടത്തിയത്. എന്നാൽ ഒരു വർധനവും നടപ്പിലാക്കാൻ ഉടമകൾ തയ്യാറാകാത്ത ഒരു സാഹചര്യമാണുള്ളത്. യൂണിയൻ ആവശ്യപ്പെട്ടത് ഒരു 500 രൂപയുടെ വർധനവ് ഒരു തൊഴിലാളിക്ക് കിട്ടണം എന്നാണ്. ഇപ്പം നിലവിൽ ഒരു 1050 രൂപയാണ് ഒരു ഡ്രൈവർക്ക് നിലവിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. 500 രൂപയുടെ വർധനവ് ഈ സാഹചര്യത്തിൽ കിട്ടണം എന്നാണ് യൂണിയൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. 9 തവണ ജില്ലാ ലേബർ ഓഫീസറുടെ സാന്നിധ്യത്തിൽ തൊഴിലാളികളും ഉടമകളും ചർച്ച നടത്തിയിട്ടും പരിഹരിക്കാൻ ഉടമകൾ തയ്യാറാവുന്നില്ല. 2016 ജില്ലയിലെ തൊഴിലാളികളുടെ പണിമുടക്കിനെ തുടർന്നുണ്ടാക്കിയ ധാരണയുടെ അടിസ്ഥാനത്തിലുള്ള ശമ്പള വർധന ഇതേവരെ നടപ്പാക്കിയിട്ടില്ലെന്നും യൂണിയൻ നേതാക്കൾ ആരോപിച്ചു. ഒരു ബസ്സിൽ 3 ജീവനക്കാർ വേണമെന്ന
സർക്കാർ നിബന്ധന അട്ടിമറിച്ച് 2 പേർ മാത്രമാക്കി. പല ഉടമകളും മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ആനുകൂല്യങ്ങൾ ബന്ധുക്കളുടെ പേരിൽ സ്വന്തമാക്കുന്നുവെന്നും നേതാക്കൾ ആരോപിക്കുന്നു. വർഷം തോറും നടപ്പാക്കിയിരുന്ന ശമ്പള വർധന ജില്ലയിൽ മുടങ്ങിയിട്ട് 3 വർഷമായി. ഇതിൽ പ്രതിഷേധിച്ചാണ് പണിമുടക്കെന്നും നേതാക്കൾ പറഞ്ഞു. ടൈം ന്യൂസ്, ആലപ്പുഴ. കുരുന്നുകൾക്ക് ആട്ടവും പാട്ടും ഒരുക്കുവാൻ വർണ്ണക്കൂടാരമൊരുക്കി തിരുവമ്പാടി ഗവൺമെൻറ് UP സ്കൂൾ. 10 ലക്ഷം രൂപ ചെലവിലാണ് വർണ്ണക്കൂടാരമൊരുക്കിയത്. എച്ച് സലാം MLA വർണ്ണക്കൂടാരത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു. തിരുവമ്പാടി ഗവൺമെൻറ് UP സ്കൂളിൽ വർണ്ണക്കൂടാരമൊരുക്കി. കുരുന്നുകൾക്ക് ആട്ടവും പാട്ടും കളിച്ചിരിയും ഒരുക്കുവാനാണ് വർണ്ണക്കൂടാരമൊരുക്കിയത്. SSA 10 ലക്ഷം രൂപ ചെലവിലാണ് വർണ്ണക്കൂടാരം ഒരുക്കിയിട്ടുള്ളത്. പൂമ്പാറ്റകളെയും കിളികളെയും മാടി വിളിക്കാൻ പാകത്തിൽ ഹരിതോദ്യാനം തീർത്ത വർണ്ണക്കൂടാരത്തിൽ വെള്ളച്ചാട്ടവും ഏറുമാടവും കുളവും ഇരുകരകളെയും ബന്ധിപ്പിക്കുന്ന വിധത്തിൽ ചെറുപാലവും ഒരുക്കി. വർണ്ണക്കൂടാരത്തിൻ്റെ ഉദ്ഘാടനം എച്ച് സലാം MLA നിർവഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ KK ജയമ്മ അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർമാൻ PS എം ഹുസൈൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ R വിനിത, MR പ്രേം, AS കവിത, കൗൺസിലർമാരായ C അരവിന്ദാക്ഷൻ, R രമേശൻ, പ്രജിത കണ്ണൻ, മനീഷ, സജേഷ് ചക്കുപറമ്പൻ, BRC കോർഡിനേറ്റർ സന്ദീപ് ഉണ്ണികൃഷ്ണൻ, സ്കൂൾ പ്രധാനാധ്യാപിക മിനി മുഹമ്മദ് അലി, PTA പ്രസിഡന്റ് ഉദയൻ, അജയ് സുധീന്ദ്രൻ, J വിനോദ് കുമാർ, VN വിജയകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. CPIM പുന്നപ്ര വടക്ക് ലോക്കൽ കമ്മിറ്റി അംഗവും ഗ്രാമപഞ്ചായത്ത് അംഗവുമായിരുന്ന R മുരളീധരൻ നായർ അനുസ്മരണ സമ്മേളനവും വിദ്യാഭ്യാസ മെറിറ്റ് അവാർഡ് വിതരണവും പുന്നപ്ര വടക്ക് ലോക്കൽ കമ്മിറ്റി ഓഫീസ് അങ്കണത്തിൽ നടന്നു. CPM പുന്നപ്ര വടക്ക് ലോക്കൽ കമ്മിറ്റി അംഗവും പഞ്ചായത്ത് അംഗവുമായിരുന്ന R മുരളീധരൻ നായരുടെ 15ാമത് വാർഷിക അനുസ്മരണ സമ്മേളനവും വിദ്യാഭ്യാസ മെറിറ്റ് അവാർഡ് വിതരണവും എച്ച് സലാം MLA ഉദ്ഘാടനം ചെയ്തു. ജനപ്രതി ആകുന്ന സമയത്തും ജനപ്രതി അല്ലാതെ പാർട്ടി നേതാവായിരിക്കുന്ന സമയത്തും സദാസമയം ജനങ്ങൾക്കിടയിൽ നിറഞ്ഞു നിന്ന് പ്രവർത്തിച്ച വ്യക്തിത്വമായിരുന്നു അദ്ദേഹം. അത് ഈ പ്രദേശത്തുള്ളവർക്ക് നല്ലവണ്ണം അറിയാം. ജനങ്ങൾ ഏത് കാര്യം വന്നാലും അതിന്റെ മുന്നിൽ അദ്ദേഹം ഉണ്ടാവുകയും ജനങ്ങൾ ഏത് പ്രശ്നം വന്നാലും ആ പ്രശ്നത്തെ തന്റെ പാർട്ടിയുടെ കമ്മിറ്റി കൂടുമ്പോൾ ആ കമ്മിറ്റിയിൽ അവതരിപ്പിക്കുകയും ആ ജനവിഭാഗത്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പാർട്ടി മുന്നിൽ നിൽക്കണം എന്നാവശ്യപ്പെട്ട് പാർട്ടി അതുപോലെ ഇവിടെ നിർത്തുകയും ചെയ്യുന്ന നിലയിലാണ്. യഥാർത്ഥത്തിൽ ജനങ്ങൾക്ക് വേണ്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആർക്ക് വേണ്ടി ചോദിച്ചാൽ ജനങ്ങൾക്ക് വേണ്ടിയാണ് ഈ പാർട്ടി. മുരളീധരൻ നായർ സ്മാരക മന്ദിരത്തിൽ CPM പുന്നപ്ര വടക്ക് ലോക്കൽ കമ്മിറ്റി ഓഫീസ് അങ്കണത്തിൽ ചേർന്ന സമ്മേളനത്തിൽ ദിനാചരണ കമ്മിറ്റി ചെയർമാൻ PU ശാന്താറാം അധ്യക്ഷത വഹിച്ചു. CPIM ഏരിയ സെക്രട്ടറി C ഷാംജി, K മോഹൻകുമാർ, CITU ഏരിയ സെക്രട്ടറി J ജയകുമാർ, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി R അശോക് കുമാർ, ജില്ലാ പഞ്ചായത്ത് അംഗം ഗീതാ ബാബു തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ SSLC +2 ഉന്നത വിജയികൾക്ക് അനുമോദനവും പഠനോപകരണങ്ങളും വിതരണം ചെയ്തു. മഴ കർഷകർ ആഗ്രഹിക്കുന്ന ഒന്നാണ്. എന്നാൽ മഴ കടുത്താൽ കർഷകർ ദുരിതത്തിലാകുകയാണ്. ഒപ്പം കൃഷിനാശവും. കൃഷിനാശം സംഭവിച്ചാൽ എന്തൊക്കെ ചെയ്യണം? പാണാവള്ളി കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ റെജി GB. കാറ്റും മഴയൊക്കെ പെയ്തപ്പം കൃഷിനാശം ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ കർഷകർക്കെല്ലാം വലിയൊരു സംശയമാണ്. കൃഷിനാശം ഉണ്ടായാൽ എന്ത് ചെയ്യണം, എങ്ങനെ അപേക്ഷ കൊടുക്കണമെന്നൊക്കെ. മുമ്പ് നമ്മൾ ചെയ്യുന്നത് പോലെ അപേക്ഷയും കലോത്സ രസീതൊക്കെ ആയിട്ട് നേരിട്ട് കൃഷിഭവനിൽ ചെല്ലാൻ പോകേണ്ടതില്ല. നമുക്ക് ഓൺലൈൻ രീതിയിലാണ് കൃഷിനാശത്തിന് അപേക്ഷ സമർപ്പിക്കേണ്ടത്. 2 രീതിയിലുണ്ട്. ഒന്ന്, നമ്മുടെ വിളകൾ ഇൻഷുർ ചെയ്ത വിളകളുടെ കൃഷിനാശത്തിനുള്ള ധനസഹായത്തിന് അപേക്ഷിക്കാം. ഇനി ഇൻഷുർ ചെയ്തിട്ടില്ലെങ്കിൽ ഇൻഷുർ ചെയ്തിട്ടില്ലാത്ത വിളകൾക്കുള്ള കൃഷിനാശത്തിന് നമ്മൾ അപേക്ഷിക്കാം. അപേക്ഷകൾ നൽകുന്നത് സർക്കാരിൻ്റെ എയിംസ് എന്ന് പറയുന്ന പോർട്ടൽ വഴിയാണ്. AIMS എയിംസ് പോർട്ടൽ. ആ എയിംസ് പോർട്ടലിൽ കർഷകൻ ആദ്യം രജിസ്റ്റർ ചെയ്യണം. നിലവിൽ രജിസ്റ്റർ ചെയ്ത കർഷകർക്ക് ഒരു യൂസർ പാസ്വേഡും കിട്ടിയിട്ടുണ്ടായിരിക്കും. അത് വെച്ച് കർഷകൻ ലോഗിൻ ചെയ്താൽ മതിയാകും. സ്വന്തം ഫോൺ ഉപയോഗിച്ചോ അല്ലെങ്കിൽ അക്ഷയ സെൻറ്റർ വഴിയോ ഈ എയിംസ് പോർട്ടലിൽ ലോഗിൻ ചെയ്യാം. ഈ എയിംസ് പോർട്ടലിൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ എന്തൊക്കെ കൃഷിനാശം ഉണ്ടായി എന്നുള്ളത് അതിൻ്റെ വിവരങ്ങളും കൃഷിനാശത്തിൻ്റെ ഫോട്ടോയും നമ്മുടെ കരുന്നത്ത രസീത്, ഏറ്റവും പുതിയ കരുന്നത്ത രസീതിൻ്റെ കോപ്പിയും നമ്മൾ അതിനകത്ത് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. ഈ വിവരങ്ങൾ അതായത് കൃഷി അസിസ്റ്റൻറ്റിൻ്റെ ലോഗിനിൽ എത്തുകയും കൃഷി അസിസ്റ്റൻറ്റ് അത് കൃഷി സ്ഥലത്ത് പരിശോധിച്ച് വീണ്ടും ഫോട്ടോ അപ്ലോഡ് ചെയ്യും. അപ്പോൾ അത് കൃഷി ഓഫീസറുടെ ലോഗിനിൽ എത്തുകയും കൃഷി ഓഫീസർ അത് പരിശോധിച്ച് ക്ലെയിം ആക്കി അത് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർക്ക് തരികയും കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ അത് ആലപ്പുഴ ജില്ലാ ഓഫീസിലേക്ക് അയക്കുകയുമാണ് ചെയ്യുന്നത്. ഈ സമയത്ത് കർഷകർ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇത് അനുവദിക്കേണ്ട തുക വലിയ തുകയാണെങ്കിൽ അത് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടറോ ഡെപ്യൂട്ടി ഡയറക്ടറോ അല്ലെങ്കിൽ പ്രിൻസിപ്പൽ കൃഷി ഓഫീസറോ ഒക്കെ ഫീൽഡിൽ നോക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് തന്നെ ഈ വിവരം ഫോണിലൂടെയും നേരിട്ടോയും അപേക്ഷയിട്ട് വിവരം കൃഷിഭവനിൽ അറിയിക്കണം. അതുകൂടാതെ കൃഷിനാശം ഉണ്ടായി
24 മണിക്കൂറിനുള്ളിൽ കൃഷിനാശം ഉണ്ടായ വിവരം കൃഷിഭവനിലെ ഉദ്യോഗസ്ഥരെ ഫോണിലൂടെയോ നേരിട്ട് വന്ന് അറിയിക്കുകയും കൂടെ വേണം. ഇത് അറിയിച്ചാൽ മാത്രമേ കൃഷി ഉദ്യോഗസ്ഥർക്ക് FIR എന്ന് പറയുന്ന ഒരു ഇത് രജിസ്റ്റർ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ഇന്ന വാർഡിൽ ഇത്ര കൃഷിനാശം ഉണ്ടായിട്ടുണ്ട് എന്ന് കൃഷി അസിസ്റ്റന്റ് സ്വന്തം ലോഗിനിൽ FIR ഇട്ടാൽ മാത്രമേ ആ കർഷകനെ സ്വന്തം വാർഡിൻ്റെ അപേക്ഷ സ്വന്തം ഫോണിൽ നിന്നോ അക്ഷയ സെന്ററിൽ നിന്ന് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പം കൃഷിനാശം ഉണ്ടായാൽ ആദ്യം തന്നെ ഫോൺ വിളിച്ച് ആ വിവരം അറിയിക്കുകയും തുടർന്ന് ആ വിവരം FIR ഇട്ടോ എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം അക്ഷയ സെന്ററിൽ പോയിട്ട് കൃഷിനാശത്തിൻ്റെ വിവരങ്ങൾ ഫോട്ടോ സഹിതം രേഖപ്പെടുത്തുകയും ചെയ്യുക. അത് ചെയ്യുമ്പോൾ ഓൺലൈനായിട്ട് തന്നെ നമ്മുടെ അക്കൗണ്ടിൽ കൃഷിനാശത്തിൻ്റെ ധനസഹായം നമുക്ക് ലഭിക്കും. കൂടാതെ ഇൻഷുർ ചെയ്ത വിളയ്ക്കാണ് കൃഷിനാശം ഉണ്ടായതെങ്കിൽ നമ്മുടെ ഇൻഷുർ ചെയ്യുമ്പോൾ നമുക്ക് പോളിസി കിട്ടും. അത് പോളിസി ഓൺലൈനായിട്ടാണ് കിട്ടുന്നത്, നമ്മുടെ ഫോണിലുണ്ടാകും. ആ പോളിസി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. കൃഷിനാശത്തിൻ്റെ ഫോട്ടോ നമ്മൾ അപ്ലോഡ് ചെയ്യണം. ഫോട്ടോ എടുക്കുമ്പോൾ കർഷകൻ നിർബന്ധമായി നിൽക്കുക. അതോടൊപ്പം കൃഷിഭവനിലെ ഉദ്യോഗസ്ഥർ, കൃഷി അസിസ്റ്റന്റോ കൃഷി ഓഫീസറോ അസിസ്റ്റന്റ് ഡയറക്ടർക്ക് കൂടെ നിർത്തി ഇവരെ ഇൻഷുർ ചെയ്ത വിളകൾക്കാണെങ്കിൽ ഇവരെയും കൂടെ നിർത്തി ഫോട്ടോ എടുത്താൽ വളരെ നല്ലതായിരിക്കും. ഈ ഫോട്ടോ അപ്ലോഡ് ചെയ്യണം. ഫോട്ടോ എടുക്കുമ്പോൾ തന്നെ നമുക്കൊരു 100 വാഴ പോയി ഏതെങ്കിലും ഒരു വാഴയുടെ ഫോട്ടോ അല്ല, ദൂരെ നിന്നിട്ട് ആ 100 ഏകദേശം 100 പോയി എന്ന ഫോട്ടോ കാണുമ്പോൾ തന്നെ ബോധ്യപ്പെടുന്ന രീതിയിലുള്ള ഫോട്ടോ, പല വ്യൂവിൽ നിന്നുള്ള ഒരു ഫോട്ടോ എടുക്കണം. പല ആംഗിളിൽ നിന്ന് ആ സ്ഥലം നമുക്ക് ഐഡന്റിഫൈ ആവുന്ന രീതിയിലുള്ള ഫോട്ടോ എടുത്ത് വേണം ഈ സൈറ്റിനകത്ത് അപ്ലോഡ് ചെയ്യാനായിട്ട്. അപ്പം പ്രത്യേകിച്ച് ഇൻഷുർ ചെയ്ത വിളകൾക്കാണെങ്കിൽ ഇത്തരം ഫോട്ടോകൾ അപ്ലോഡ് ചെയ്ത് അത് വീണ്ടും കൃഷി അസിസ്റ്റന്റ് പരിശോധിച്ച് അവർ പരിശോധനാ റിപ്പോർട്ട് ചെയ്ത് അത് കൃഷി ഓഫീസറുടെ ലോഗിന് വരികയും കൃഷി ഓഫീസർ പരിശോധിച്ച് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടറുടെ ലോഗിന് വരികയും കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ പരിശോധിച്ച് മുകളിലേക്ക് അത് സമർപ്പിക്കുകയും ചെയ്യും. കൂടുതൽ തുകയ്ക്കുള്ള അല്ലെങ്കിൽ വലിയതായിട്ടുള്ള നാശനഷ്ടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ മേലുദ്യോഗസ്ഥർ ഉൾപ്പെടെ നേരിട്ട് കൃഷിയിടത്തിൽ വന്ന് പരിശോധിച്ചാൽ മാത്രമേ നമുക്ക് ധനസഹായം അനുവദിക്കാൻ സാധിക്കുകയുള്ളൂ. ആ വിവരങ്ങൾ പ്രത്യേകമായി തന്നെ നിങ്ങൾ അപേക്ഷയിട്ട് വിവരം കൃഷിഭവനിൽ പ്രത്യേകമായി അറിയിക്കുകയും ചെയ്യേണ്ടതാണ്. അപ്പോൾ എല്ലാ കർഷകരും കൃഷിനാശം ഉണ്ടായാൽ എത്രയും പെട്ടെന്ന് തന്നെ 24 മണിക്കൂറിനുള്ളിൽ വിവരം അറിയിക്കുകയും 10 ദിവസത്തിനുള്ളിൽ തന്നെ അപേക്ഷ ഓൺലൈനായിട്ട് AIMS എന്ന് പറയുന്ന സർക്കാരിൻ്റെ എയിംസ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുകയും ചെയ്യേണ്ടതാണ്. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ കാൽനട പ്രചരണ ജാഥ സംഘടിപ്പിച്ചു. സമാപന സമ്മേളനം അഖിലേന്ത്യാ ജനാധിപത്യ അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് KG രാജേശ്വരി ഉദ്ഘാടനം ചെയ്തു. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ AIDWA മാരാരിക്കുളം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാൽനട ജാഥ നടത്തി. മുഹമ്മ കല്ലാപ്പുറത്ത് നടന്ന സമ്മേളനം അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് KG രാജേശ്വരി ഉദ്ഘാടനം ചെയ്തു. നരേന്ദ്രമോദിയുടെ ഭരിക്കുന്ന സംസ്ഥാനങ്ങളുടെ അവസ്ഥയാണ് പെൺകുട്ടികൾക്ക് പഠിക്കുവാനുള്ള അവകാശമില്ല, അവസരമില്ല. ഞങ്ങളൊക്കെ ഡീസെൻട്രലൈസേഷന്റെ ഭാഗമായിട്ട് രാജസ്ഥാൻ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് അവിടെ ഒരു പരിപാടിയിൽ പങ്കെടുത്തപ്പോഴാണ് അവിടെ ഒരു കോട്ട, ആ കോട്ട പൊളിഞ്ഞു കിടക്കുന്ന കോട്ടയില് സ്ത്രീ തൊഴിലാളികൾ നിന്ന് ചാണകം മെഴുകുന്നത് കണ്ട് ഞങ്ങൾ അവിടെ ചെന്ന് ചോദിച്ചു, നിങ്ങൾക്ക് ഈ ചാണകം മെഴുകി കഴിയുമ്പോൾ എത്ര രൂപയാണ് കിട്ടുന്നത്? എല്ലാം 15 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളാണ്. അവര് പറഞ്ഞു 265 രൂപ വൈകുന്നേരം കിട്ടും. അപ്പൊ ഞങ്ങൾ ചോദിച്ചു, എന്താ നിങ്ങൾ പഠിക്കാൻ പോകാത്തത്? ഞങ്ങൾക്ക് പഠിക്കാൻ പോകണമെങ്കിൽ കാതങ്ങളോളം പോകണമെന്ന് മാത്രമല്ല വലിയ വനാന്തരത്തിലൂടെ പോകണം. അങ്ങനെ പോയാൽ തിരിച്ചു വന്നാൽ കിട്ടിയാൽ ഊട്ടി പൊട്ടിയാൽ ചട്ടി എന്ന് പറയുന്നത് പോലെ തിരിച്ചു വന്നു. ആ ഗ്രാമത്തലവന്മാരായിട്ടുള്ള ആളുകൾ, ഗുണ്ടകൾ അവരെ പിടിച്ചോണ്ട് പോയി ബലാത്സംഗം ചെയ്ത് പൊട്ടക്കിണറ്റിലേക്ക് ഇടുകയാണ്. നരേന്ദ്രമോദിയുടെ യോഗി ആദിത്യനാഥ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളുടെ അവസ്ഥ ഇതാണ്. അസോസിയേഷൻ ഏരിയ കമ്മിറ്റി അംഗം സ്വപ്ന ഷാബു അധ്യക്ഷത വഹിച്ചു. ജാഥ ക്യാപ്റ്റൻ PT ശ്രീദേവി, ജാഥ മാനേജർ അഡ്വക്കേറ്റ് ഷീന സനൽകുമാർ, TP മംഗളാമ്മ, പ്രഭാമധു, PA ജുമൈലത്ത്, PP സംഗീത, ദീപ അജിത് കുമാർ, ഇന്ദിര തിലകൻ, മഞ്ജു രതികുമാർ, M ചന്ദ്രസേതുഭായി തുടങ്ങിയവർ സംസാരിച്ചു. ഏരിയ കമ്മിറ്റി അംഗം PN നസീമ സ്വാഗതവും ഏരിയ കമ്മിറ്റി അംഗം MS ലത നന്ദിയും പറഞ്ഞു. റേഷൻ വ്യാപാരികളോടുള്ള സർക്കാർ വഞ്ചനയും അവഗണനയും അവസാനിപ്പിക്കണമെന്ന് AKRRDA ഭാരവാഹികൾ ആലപ്പുഴ പ്രസ് ക്ലബ്ബിൽ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ഇതുപോലെ റേഷൻ വ്യാപാരികൾ അവഗണിക്കപ്പെട്ട ഒരു കാലഘട്ടം മുമ്പൊന്നും ഉണ്ടായിട്ടില്ല. 2018 ആണ് ഞങ്ങൾക്ക് ആദ്യമായി ഒരു വേതന പാക്കേജ് അംഗീകരിച്ച് നൽകിയത്. അന്ന് ആ സമയത്ത് തന്നെ ഞങ്ങൾ വിയോജിപ്പ് പറഞ്ഞിരുന്നു. 12,000 രൂപ വേതനം നിശ്ചയിച്ചപ്പോൾ 750 രൂപ പോലും ഒരു ദിവസമില്ല. കേരളത്തിൽ ദിവസവേതനക്കാർക്ക് 750 രൂപ കൊടുക്കുന്ന സംസ്ഥാനം. ഞാനന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഈ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ പറയുന്നത് ശരിയാണ്, ന്യായമാണ്. നമുക്കൊരു പുതിയ സ്കീമിലേക്ക് മാറിയതല്ലേ, നമുക്കൊരു 6 മാസം ഒന്ന് കാത്തിരിക്കാം. 6 മാസം കഴിയുമ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട്
മാറ്റങ്ങൾ വരുത്തി നമുക്കൊരു വേതന പാക്കേജ് പരിഷ്കരിക്കാം എന്ന് 2018 ജൂലൈ മാസത്തിൽ പറഞ്ഞതാണ്. 7 കൊല്ലം കഴിഞ്ഞു. നാളിതുവരെ അത് പുനഃപരിശോധിക്കാനോ പരിഷ്കരിക്കുവാനോ ഈ ഗവൺമെൻറ് തയ്യാറായിട്ടില്ല. നിരന്തരമായി ഞങ്ങൾ പല വിധത്തിൽ നിവേദനങ്ങൾ കൊടുത്തു. ഒട്ടേറെ സമരങ്ങൾ, സൂചനാ സമരം, കടയടപ്പ് സമരം, കടയടച്ച് 2 ദിവസം രാപ്പകൽ സമരം തിരുവനന്തപുരത്ത് പാളയത്ത് രക്തസാക്ഷി മണ്ഡപത്തിൽ. ഇതുകൊണ്ടൊന്നും നടക്കാതെ വന്നപ്പോഴാണ് ഞങ്ങൾ അനിശ്ചിതകാല കടയടപ്പ് സമരം പ്രഖ്യാപിച്ചത്. ജനുവരി മാസം 27-ാം തീയതി മുതൽ ഓഗസ്റ്റ് മാസം 10, 11 തീയതികളിലാണ് ഈ സംസ്ഥാന സമ്മേളനം നിശ്ചയിച്ചിരിക്കുന്നത്. ഇപ്പോൾ അതിൻ്റെ മുന്നൊരുക്കമായി താലൂക്ക് ജില്ലാ സമ്മേളനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ജൂലൈ 15-ന് മുമ്പ് എല്ലാ ജില്ലകളിലും താലൂക്കുകളിലും സമ്മേളനങ്ങൾ നടക്കും, തെരഞ്ഞെടുപ്പും നടക്കും. ആഗസ്റ്റ് 10, 11 തീയതികളിൽ സംസ്ഥാന സമ്മേളനം ആലപ്പുഴയിൽ നടക്കുമെന്നും ഇതിനായി സ്വാഗത സംഘം രൂപീകരിച്ചതായും സംഘാടകർ അറിയിച്ചു. സംസ്ഥാന സമ്മേളനത്തിൽ മന്ത്രിമാരായ GR അനിൽ, സജി ചെറിയാൻ, ആലപ്പുഴ MP KC വേണുഗോപാൽ, മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, ആലപ്പുഴ MLA H സലാം, MP കൊടിക്കുന്നിൽ സുരേഷ് തുടങ്ങിയവർ പങ്കെടുക്കും. സമ്മേളനത്തിന്റെ ഭാഗമായി സൗഹൃദ സമ്മേളനവും കുടുംബസംഗമവും, വനിതാ കൂട്ടായ്മ, മുതിർന്ന റേഷൻ വ്യാപാരികളെ ആദരിക്കൽ, പ്രതിനിധി സമ്മേളനം, പുതിയ ഭാരവാഹികളുടെ തിരഞ്ഞെടുപ്പ് എന്നിവ നടക്കും. വാർത്താ സമ്മേളനത്തിൽ ജോണി നെല്ലൂർ, ഫരണിക്കാവ് മോഹനൻ, ഉണ്ണികൃഷ്ണപിള്ള, ജോസ് കാവനാട്, പ്രഭകുമാർ, അനിൽ തോമസ് എന്നിവർ പങ്കെടുത്തു. ടൈം ന്യൂസ്, ആലപ്പുഴ. കേരള സ്റ്റേറ്റ് കോ ഓപ്പറേറ്റീവ് ഇൻസ്പെക്ടേഴ്സ് ആൻഡ് ഓഡിറ്റേഴ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ജൂൺ 12-ന് ആലപ്പുഴ YMCA ഹാളിൽ സെമിനാർ സംഘടിപ്പിക്കുമെന്ന സംഘാടകർ ആലപ്പുഴ പ്രസ് ക്ലബ്ബിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. സഹകരണ ശില്പശാല നാളെ 10 മണിക്ക് ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുൻ ആഭ്യന്തരമന്ത്രി ശ്രീ രമേശ് ചെന്നിത്തല MLA അവർ ഉദ്ഘാടനം ചെയ്യുകയാണ്. ഈ ശില്പശാലയിൽ വെച്ച് സഹകാരിക്കൊരു വഴികാട്ടി എന്നൊരു മാർഗരേഖയുടെ പ്രകാശനവും ഞങ്ങൾ നടത്തുകയാണ്. കേരളത്തിലെ സഹകരണ സ്ഥാപനങ്ങളിൽ ഭരണം നടത്തുന്ന ഭരണകർത്താക്കന്മാർക്കും അതോടൊപ്പം സംഘം ജീവനക്കാർക്കും സഹകാരികൾക്കും അവരുടെ പ്രവർത്തന മണ്ഡലങ്ങളിൽ എങ്ങനെ അവരുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് നയിക്കാം എന്നതിനെക്കുറിച്ചുള്ള ഒരു മാർഗരേഖയാണ് ഞങ്ങൾ ഈ സഹകാരിക്കൊരു വഴികാട്ടി എന്ന മാർഗരേഖയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സഹകരണ വകുപ്പിലെ ഇൻസ്പെക്ടർമാരുടെയും ഓഡിറ്റർമാരുടെയും അവകാശ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരു സംഘടനയാണ് ഇൻസ്പെക്ടേഴ്സ് ഓഡിറ്റേഴ്സ് അസോസിയേഷൻ എങ്കിൽ പോലും അതിനപ്പുറം സാമൂഹ്യ പ്രതിബദ്ധതയിൽ ഊന്നിയുള്ള ചില പ്രവർത്തനങ്ങൾ കൂടി ഏറ്റെടുത്ത് നടത്തിയാണ് വർത്തമാന കാലഘട്ടത്തിൽ ഈ സംഘടന മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരണത്തിൽ സംസ്ഥാന തലത്തിലുള്ള ഒരു സഹകരണ ശില്പശാല ഇവിടെ സംഘടിപ്പിക്കുന്നത്. ഇതിനെ തുടർന്ന് ഇതൊരു ആരംഭം മാത്രമാണ്, തുടക്കം മാത്രമാണ്. ഇനി കേരളത്തിലെ 14 ജില്ലകളിലും ഇത്തരണത്തിലുള്ള സഹകാരി കൂട്ടായ്മ വിളിച്ചു ചേർക്കുന്നതിനാണ് ഞങ്ങൾ ലക്ഷ്യമിട്ടിട്ടുള്ളത്. വരും ദിവസങ്ങളിൽ, വരും നാളുകളിൽ കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ ഞങ്ങൾ ഇത്തരണത്തിലുള്ള പരിപാടികളുമായി മുന്നോട്ട് പോകുന്നതാണ്. സഹകരണ സംഘം ജീവനക്കാരെയും വകുപ്പ് ജീവനക്കാരെയും പങ്കെടുപ്പിച്ചുകൊണ്ടാണ് സഹകരണ ശില്പശാല സംഘടിപ്പിക്കുന്നത്. മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. സഹകരണ സംഘം പ്രസിഡന്റുമാരും ഭരണസമിതി അംഗങ്ങളും ജീവനക്കാരും സഹകരണ സംഘങ്ങളുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ടതും പാലിക്കേണ്ടതുമായ വിവിധ കാര്യങ്ങളെക്കുറിച്ച് യോഗത്തിൽ ചർച്ച ചെയ്യും. സഹകരണ ശില്പശാലയിൽ ആലപ്പുഴ DCC പ്രസിഡന്റ് B ബാബുപ്രസാദ് മുഖ്യ പ്രഭാഷണം നടത്തും. KPCC ജനറൽ സെക്രട്ടറി KP ശ്രീകുമാർ മുഖ്യ അതിഥിയായി പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന പ്രസിഡന്റ് CP പ്രിയേഷ്, സംസ്ഥാന ജനറൽ സെക്രട്ടറി UM ഷാജി, സംസ്ഥാന ട്രഷറർ K കൃഷ്ണകുമാർ, സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി S ഷാജി, സഹകരണധാര എഡിറ്റർ R വിനോദ് കുമാർ, ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് ഷിയാസ് KA, ആലപ്പുഴ ജില്ലാ സെക്രട്ടറി രഞ്ജിത്ത് UR എന്നിവർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സുഹൃത്തിനെ കൊലപ്പെടുത്തിയ കേസ് ദിവസങ്ങൾക്ക് ശേഷം പ്രതികളെ പോലീസ് പിടികൂടി. കാവാല സ്വദേശിയായ യുവാവ് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മരണപ്പെട്ട സംഭവത്തിലാണ് പ്രതികൾ അറസ്റ്റിലായത്. ദേശീയപാത പൊന്നാമ്പള്ളിയിൽ വാഹനാപകടം, ബൈക്ക് യാത്രക്കാരൻ മരിച്ചു. തുറവൂർ പഞ്ചായത്ത് 10-ാം വാർഡ് പുത്തൂർ വീട്ടിൽ രഘുനാഥപിള്ള 57 മരിച്ചത്. രാസലഹരി മാഫിയ പ്രധാനമായും ലക്ഷ്യമിടുന്നത് വിദ്യാർത്ഥികളെയാണെന്ന് മുൻ KPCC പ്രസിഡന്റ് VM സുധീരൻ പറഞ്ഞു. രാജീവ് ഗാന്ധി ഫൗണ്ടേഷൻ സംഘടിപ്പിച്ച മെരിറ്റ് അവാർഡ് കാവുങ്കൽ ഗ്രന്ഥശാല ഹാളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു VM സുധീരൻ. അമ്മയോടൊപ്പം സ്കൂളിലേക്ക് പോയ സ്കൂൾ വിദ്യാർത്ഥിയെ ദേശീയപാതയിലെ വെള്ളക്കെട്ടിൽ വീണ് പരിക്കേറ്റു. അരൂർ ചന്ദ്രൂരിലാണ് സംഭവം. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.